ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും പിള്ളേർ ഇടയ്ക്കിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ? അപ്പം എല്ലായിടത്തും ഉണ്ടാകുന്ന സംഭവം തന്നെയായിരിക്കുമല്ലേ അത്. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ടേബിളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവർ ഇടയ്ക്കിടെ വന്ന് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് മിനി സമൂസയാണ്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള കുറച്ച് എന്തായാലും എല്ലാവരുടെ കയ്യിലും ബാലൻസ് വന്നിട്ടുണ്ടാവില്ലേ നമ്മുടെ സമൂസ ഷീറ്റൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലും കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിന്. അത് ഞാൻ കുറേയായി എന്താ ചെയ്യേണ്ടത് വിചാരിച്ച് നിൽക്കേനു. അപ്പോൾ എന്തായാലും ഡേറ്റ് കഴിയുന്ന മുന്നേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് തീർക്കണ്ടേ. അപ്പം അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു എന്താ പറയുക ഐറ്റം കണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാ പിള്ളേർക്കും നല്ലപോലെ ഇഷ്ടാവും ചെയ്യും. പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറിലോട്ട് നമ്മൾ ചെറിയ ചെറിയ സേമിയയില്ല, നല്ല തിന്നായിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. കുനാഫാൻക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നല്ലപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ ചേർത്തതിനൊരു പ്രത്യേക ഫ്ലേവറല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിസ്താഷ്യോൻ്റെ സ്പ്രെഡ്, ഇത് ഞാൻ കഴിഞ്ഞ ഈദ് വ്ളോഗിൽ പിസ്താഷ്യോ ചോക്ലേറ്റിൻ്റെ പുഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ കമ്പനി, എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കമ്പനി. ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇവിടുന്ന് ഓൺലൈനോ അങ്ങനെയൊന്നും വാങ്ങിച്ചതല്ല. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ ഈ ഒരു സ്പ്രെഡ്, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനിതിൽ ആവശ്യത്തിനുള്ള സ്പ്രെഡ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ സ്പ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കട്ടായി പോയത്. കാരണം പെട്ടെന്ന് എനിക്ക് പുറത്ത് നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ്, അത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ഒരു പാനിലിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സമൂസ ഷീറ്റ് എടുക്കാം. ഇനി ഇത് ചെറിയ ഇങ്ങനെ വലിയതായിട്ടും ചെയ്യാം, പക്ഷേ ചെറുതല്ലേ നമുക്ക് കഴിക്കാൻ ഈ ഒരു മധുരമുള്ള ഐറ്റംസൊക്കെ നല്ലത്. അല്ലെങ്കിൽ ഒന്ന് പോലും കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് മടുപ്പ് വരില്ലേ. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സമൂസ ഷീറ്റ് 4 എണ്ണമായിട്ട് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക, പിന്നെ അത് ഒന്നുകൂടി മടക്കിയിട്ട് ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ചെറിയ എന്താ പറയുക സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പിസ്താഷ്യം സേമിയൻ്റെ ഒരു മിക്സില്ലേ, അത് ഇതിലോട്ട് ഇങ്ങനെ കുറച്ച് അതിന് എത്രത്തോളം പറ്റും അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. കുറേ കൂടുതലൊന്നും വെച്ച് കൊടുക്കണ്ടേ, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം സമൂസ ഷീറ്റ് അങ്ങനെയല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ വെള്ളത്തിൽ ചെറിയൊരു എന്താ പറയുക മൈദയ്ക്ക് ഇത് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒരു മിക്സ് ആക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ചെറിയ സമൂസ ഇവിടെ റെഡി ആയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഷീറ്റും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഷീറ്റോ അങ്ങനെ ഇതുപോലെ എടുത്തിട്ടുള്ളത്, പക്ഷേ കുറേ നമുക്ക് സമൂസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സമൂസയും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ. അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും ചെയ്യാം. നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു ഹേർട്ടെങ്കിലും കമൻ്റായിട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷീറ്റും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാങ്ങ വെച്ചിട്ട് മാങ്ങൻ്റെ ഫലൂദയും അതുപോലെ തന്നെ മാംഗോ ക്രീമും കൂടി ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോക്ക് ഞാൻ വിചാരിക്കാത്ത റെസ്പോൺസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് എല്ലാവരും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ. അപ്പോൾ എല്ലാ സമൂസയും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം ആ ഒരു എണ്ണൻ്റെ അത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് എണ്ണയിൽ സാധാ നമ്മൾ നോർമലി സമൂസ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാം. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഓവനിൽ ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. ഈ ഓവനിൽ വെച്ച് കഴിഞ്ഞാലില്ലേ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് എണ്ണയിൽ പൊരിച്ചിട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് മാറുന്നില്ലേ. ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ, രാത്രി വരെ നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 20 മിനിറ്റ് എന്ന് പറയുമ്പം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓവൻ്റെ ചൂടിനനുസരിച്ചിട്ട് നോക്കുക. ഒന്ന് 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ 10 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 2 സൈഡും ഒരേ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും.
അപ്പോൾ അത് റെഡിയാകുന്ന ടൈമിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു 100 ഗ്രാം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലും ചെയ്യാം കേട്ടോ. ഒരു ചൂടുവെള്ളത്തിൽ വേറൊരു പാത്രം മേലെ ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാകുമ്പം മെൽറ്റായി കിട്ടൂല. ഒരു എന്താ പറയുക, ഉരുണ്ട് കളിക്കും ആ ഒരു പാത്രത്തിൽ തന്നെ. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളമില്ലാണ്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഇതേ നമ്മുടെ സമൂസയും കൂടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സേമിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സമൂസ ഷീറ്റിൽ തന്നെ ഞാൻ അങ്ങനെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ്. പിന്നെ മറന്നുപോയി. നിങ്ങളുടെ കയ്യിൽ ചീസ് ക്യൂബില്ലേ, അതുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. സേമിയവും സ്പ്രെഡും എന്താ പറയുക, പിസ്താഷ്യ സ്പ്രെഡിനൊന്നും ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ട് വേറൊരു മെത്തേഡിൽ എന്താ പറയുക, നമ്മുടെ ഷുഗർ സിറപ്പില്ലേ അതിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല ചോക്ലേറ്റ്, അത് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഭംഗിക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഓരോ സമൂസയും ഈ ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ആകുമ്പം കാണാനും ഭംഗി ഉണ്ടാവുമല്ലോ. കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ട് ഡിപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ചുകൂടി ചോക്ലേറ്റ് സോസ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നല്ലപോലെ ഒന്ന് ആക്കിയിട്ട് കഴിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സോസ് ഇനിയും കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ലപോലെ ഒഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. വലിയ പണിയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യ സ്പ്രെഡ് ഇല്ലെങ്കിൽ അതിന് പകരം കണ്ടൻസ് മിൽക്ക് ചേർത്താലും മതിയേ. അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.